ശ്രീനാരായണ ഗുരുദേവൻ ആത്മസ്ഥിതനായ ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു ഗുരുവര്യനും ഒരു മഹാ ഋഷിയുമായിരുന്നു. അതുകൊണ്ട് ഗുരുവിൻ്റെ വാക്കുകളെ നമ്മൾ ദർശനം എന്നാണ് പറയുക. ഭാരതത്തിന് ദർശനങ്ങൾ അനേകമുണ്ട്. ഭാരതീയ ദർശനമുണ്ട്. മഹാ ഋഷിമാരുടെ വാക്കുകളെ, മഹാമനീഷികളായിട്ടുള്ള ആത്മസ്ഥിതരായിട്ടുള്ള ഋഷികളുടെ വാക്കുകൾ പിന്നീട് ദർശനമായി തീരാറുണ്ട്. അങ്ങനെ ദർശനത്തിൻ്റെ ഒരു ഉത്സവത്തിലാണ് നമ്മളും ഇരിക്കുന്നത്. ഇത് നമ്മൾ അറിയുന്നത് ഇപ്പോഴല്ല. നമ്മൾ ഈ ദർശനത്തിൻ്റെ മാധുര്യം നുകർന്ന് ഗുരുവചനങ്ങളെ കേട്ട്, ഗുരുവചനങ്ങളെ വിചാരം ചെയ്ത്, ഗുരുവചനങ്ങളെ ജീവിച്ചു മുന്നേറുമ്പോഴാണ് ഇപ്പോൾ കടന്നു പോകുന്ന നിമിഷങ്ങളുടെ വില അല്ലെങ്കിൽ മൂല്യം നമ്മൾ അറിയാറ്. അതുവരെയും നമ്മൾ അറിയില്ല. അതുവരെയും നമ്മൾ വലിയ ഒരു മിഥ്യാലോകത്ത്, വലിയ ഒരു മായാപ്രപഞ്ചത്തിൽ സത്യമറിയാതെ നമ്മൾ ജീവിച്ചു മരിക്കും. ആ സത്യമറിയാതെ ജീവിച്ചു മരിക്കുന്നതിൽ നിന്ന് സത്യത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു ആത്മബോധത്തിലേക്ക് ഗുരു നമ്മളെ കൊണ്ടുവരുന്നുണ്ട്. അല്ലാത്തിടത്തോളം നമ്മൾ ഒരു മായയിൽ പെട്ടിരിക്കും നഹോ ചിത്രം എന്ന് കാളി നാടകത്തിൽ പറഞ്ഞ പോലെയാകും. അതുകൊണ്ടാണ് നാരായണ ഗുരുദേവൻ ദൈവദശകം എന്ന ശ്രേഷ്ഠമായ പ്രാർത്ഥന പാവങ്ങളായ നമുക്ക് വേണ്ടി എഴുതി തന്നപ്പോൾ ഗുരു അവിടെ പറഞ്ഞു, നീയല്ലോ മായയും, നീയല്ലോ മായാവിയും, നീയല്ലോ മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും എന്ന്. ജീവിതത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ സത്യം അറിയാത്തിടത്തോളം, ഗുരുവിനെ അറിയാത്തിടത്തോളം, ഈശ്വരനെ അന്വേഷിക്കാത്തിടത്തോളം നമ്മൾ എവിടെയാണ്? മായയാകുന്ന ഒരു തട്ടിലാണ്, മേഖലയിലാണ്, പ്രവിശ്യയിലാണ്. അവിടെ മായയുടെ പ്രശ്നം എന്താണ്? മായ എന്താണ് ജീവിതത്തിൽ ചെയ്യുക? മായ നമ്മെ സത്യത്തിൽ നിന്ന് മറച്ചു വെച്ച് മാറ്റി നടത്തും. മായയുള്ളിടത്തോളം സത്യത്തിൻ്റെ തെളിഞ്ഞ മുഖം നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗുരുദേവൻ ഈശാവാസ്യം എന്ന ഒരു വലിയ വേദാന്ത സാരമായിരിക്കുന്ന ഉപനിഷത്ത് തർജ്ജമ ചെയ്തപ്പോൾ അതിൽ ഗുരു പറയുന്നുണ്ട്, മൂടപ്പെടുന്നു പൊൻപാത്രം കൊണ്ടു സത്യം, അതിൻമുഖം തുറക്കുകതു നീ പൂഷൻ, സത്യധർമ്മന്നു കാണുവാൻ. മൂടപ്പെടുന്നു പൊൻപാത്രം കൊണ്ട് സത്യം, അതിൻമുഖം തുറക്കുക നീ പൂഷൻ, സത്യധർമ്മനെ കാണുവാൻ. ഞാൻ സത്യത്തെ സ്നേഹിക്കുന്നവനാണ്, ഞാൻ സത്യത്തെ കാമിക്കുന്നവനാണ്. അതുകൊണ്ടാണ് എന്നെ സത്യകാമി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് എന്നെ മോക്ഷേച്ചു എന്ന് വിളിക്കുന്നത്. ആ സത്യകാമനായിരിക്കുന്ന എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. എന്താണ്? മറഞ്ഞു വെച്ചിരിക്കുന്ന, മറച്ചു വെച്ചിരിക്കുന്ന, മൂടി വെച്ചിരിക്കുന്ന ആ സത്യത്തിനെ ഒന്ന് തുറന്നു കാട്ടുക പൂഷാവേ. സത്യം ഒരു പൊൻതളിക കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ്. നിന്റെ കൃപ കൊണ്ട്, നിന്റെ അനുഗ്രഹം കൊണ്ട് ആ പൊൻതളിക, അതിൻ്റെ മൂടുപടം നീ ഒന്ന് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ആ സത്യത്തെ നേരാംവണ്ണം കാണാമല്ലോ എന്ന്. മായ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. രണ്ടക്ഷരമേ ഉള്ളൂവെങ്കിലും അത് നമ്മുടെ ഉള്ളിൽ വരുത്തുന്ന അല്ലെങ്കിൽ നമ്മളിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്.
അതുകൊണ്ടാണ് ഗുരുദേവൻ ആത്മോപദേശ ശതകത്തില് ഗുരുദേവൻ പറഞ്ഞത്, ഹിന്ദുരക്ഷാ മമ ദീക്ഷാ